എടാ ആ ബൈക്കുകാരന്റെ സീൻ എന്തായി? അത് ഒന്നും ആയില്ല. ബൈക്ക് ധാരണ അവസ്ഥയാണ്. എന്തെങ്കിലും ചെയ്യണം. അവരെ കൂപ്പിട്ട് ഒരു ടീ എല്ലാം കൊടുക്കലാമായിരുന്നതില്ല. ടീ മാത്രമല്ല, ഒരു സ്പെഷ്യൽ മസാല ദോശയും കൂടെ കൊടുക്ക്. ഈ വരുന്നവരെയൊക്കെ ഇവിടെ വിളിച്ച് കയറ്റുന്ന എന്തോതിനാ? ആർക്ക് ചായ കൊടുക്കുന്ന കാര്യമാടാ പറയുന്നത്? ഒരാളുടെ വണ്ടി കേടായി. ആരുടെ? അമ്മ തിരുവാളക്കുളത്തിൽ നിന്ന് വന്നവര്. തിരുവാളക്കുളം അല്ല, തിരുവാങ്കുളം. അതും അങ്ങ് തമിഴാക്കി. അത് നീ ഇതുകൊണ്ട് എവിടെ പോവാ? വണ്ടി നോക്കാൻ. ഇതെന്തോ ടൂൾസാ? യെസ്. അനിയാ നീ വണ്ടി നന്നാക്കാൻ പോവാ? നന്നാക്കാനൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് പൊളിച്ചു നോക്കാന്ന് വിചാരിച്ചു. കേസ് வந்து സൂപ്പർ, അവനക്ക് എല്ലാമേ தெரியும். നീ പണിടാ. കനാൻഡേ, അവിടുത്തെ കുറച്ച് ഇവിടെയും കാണൂലേ? എവിടത്തെ കുറച്ച് ഇവിടെയും കാണുമെന്ന്? കൊച്ചിന്റെ അച്ഛൻ വിദ്വാനെങ്കിൽ കൊച്ചിന് വിദ്യകൾ വേറെ വേണോ? വേണോ? വേണ്ട. അപ്പൊ ഞാൻ പോയി നോക്കിട്ട്. അല്ല ലച്ചു, നിങ്ങൾ വിളിച്ചെന്ന് എനിക്ക് തോന്നിയതാന്നാണോ നിങ്ങൾ പറയുന്നേ? ആ വാമൈ കനകം പോവാറായെന്ന് തോന്നുന്നു. എങ്ക പോறீங்க? ഞാനും കൂടെ വരട്ടാ? ആ എന്നാ പോരെ. കേട്ടോ എന്തായി? കിക്കറൊക്കെ അടിച്ച് നോക്കിയാ? ഒരു രക്ഷയില്ല. ഇതാണ് ഈ ബൈക്കിന്റെ ഒക്കെ പ്രശ്നം. ഈ മെഷീൻ ഇലക്ട്രോണിക്സ് ഒക്കെ ശരിക്കും കംപ്ലൈന്റ് എന്താണെന്ന് അറിയാതെ തൊട്ട് കഴിഞ്ഞാൽ ഒന്നും അങ്ങോട്ട് വർക്കാവൂല. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. തന്നെ പിടി ചോദിക്കുമ്പോ തരണം. ഓക്കെ? എന്റെ എന്തായാലും വന്നല്ലേ പിടി. അത് കേട്ടോ, എന്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ ഒരു സ്കൂട്ടർ എടുത്ത്, ഇതേപോലെ അല്ല ഫ്രഷ് സാധനം, ഒരു സ്കൂട്ടർ എടുത്ത്, പക്ഷേ അതവ ഒരു ദിവസം ഇങ്ങനെ ഓടിച്ചോണ്ട് പോയി അവന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ നിർത്തി. അവ ആത്തേറെ സംസാരിച്ചിട്ട് പുറത്തിറങ്ങി വരുമ്പോഴാണ് സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കണ്, സെൽഫ് അടിച്ച് നോക്കണ്, കിക്കർ അടിച്ച് നോക്കണ്, സ്റ്റാർട്ട് ആവണില്ല. എങ്ങനെ സ്റ്റാർട്ട് ആവും? 1 മണി 68 നോക്കി, സ്റ്റാർട്ട് ആവണില്ല. ഫ്രഷ് സാധനമാണ്, ആലോചിക്കണം. 1 മാസത്തോളം എടുത്തിട്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ അടുത്തുള്ളൊരു മേശിരിയെ വിളിച്ച് പിടി, അടുത്തുള്ളൊരു മേശിരിയെ വിളിച്ച്. അങ്ങനെ ആ മേശിരി വന്ന്, അവിടെ മുരുകൻ മേശിരി വന്ന് നോക്കുന്നുണ്ട്. പക്ഷെ വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. അപ്പൊ മേശിരി പറയുന്നുണ്ട്, ഇപ്പോഴത്തെ പുതിയ ബൈക്കിനും കാര്യങ്ങൾക്കും സ്കൂട്ടറിനും ഒക്കെ ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനൊക്കെ പറഞ്ഞതെന്ന്. അപ്പൊ അവളവിടെ പറഞ്ഞ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ അവര് കമ്പനിയെ വിളിച്ചു നോക്കി. കമ്പനിയെ വിളിച്ചപ്പോ അവര് പറയണ് സൈഡ് സ്റ്റാൻഡ് ഇട്ടേക്കണ. സൈഡ് സ്റ്റാൻഡ് ഇട്ടിട്ടുണ്ട്. സൈഡ് സ്റ്റാൻഡ് ഇട്ടേക്കല്ലേ, സെൻസർ. ഓ, ടെക്നോളജി. എന്താടാ അപ്പൊ അവരങ്ങ് തീരെ ശ്രദ്ധിച്ചില്ലേ? അത് ഞാൻ ശ്രദ്ധിച്ചു, പക്ഷെ എങ്ങനെ ഊരി വന്നു? അതല്ല വണ്ടിയുടെ കാര്യം. അതാ ചില സമയത്താണെന്ന് ഇതേപോലത്തെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ മതി പ്രശ്നമാവാൻ. നമ്മൾ ശ്രദ്ധിക്കൂല. നമുക്ക് ശരിയാക്കാം. പിടി. അതെ, ഇതിന്റെ പ്ലഗ് വല്ലതും ഇടയ്ക്ക് മാറിയായിരുന്നു? ഇടയ്ക്കെപ്പോഴും. ആണോ? എന്തോ സാധനം? പിന്നെ ഈ പെട്രോള് കറക്റ്റായിട്ട് ഇറങ്ങണുണ്ടോന്നൊരു ഡൗട്ട് കേട്ടോ. ഉണ്ടോ? ഇറങ്ങുന്നില്ലേ? ഉണ്ടാവില്ല. അതുണ്ടെങ്കിൽ പ്രശ്നമൊക്കെ. ബാറ്ററിക്ക് ചാർജ് ഉണ്ടോ? എനിക്കറിഞ്ഞൂടാ. തനിക്ക് ഇതിനെപ്പറ്റി വലിയ അറിയാലോ അല്ലേ? പിന്നെ എല്ലാം അറിയാം. എന്തെങ്കിലും കൈ കിട്ടി കഴിഞ്ഞാ പൊളിച്ചടുക്കും. അല്ല, പൊളിച്ചു പണി. ഓ, പക്ഷെ ശരിയാവില്ലെന്നേ ഉള്ളൂ. നന്നാക്കടാ. നന്നാക്കൂ. കിക്കറായിരുന്നു, സോറി. അമ്മൂമ്മ എത്തിയ എടാ, എന്റെ കവറിന് ഇവിടെ വെച്ചുണ്ട്.
ചെയ്താണ്? അല്ല. ഇതെന്തൊരു വീത് പച്ച ഒട്ടിച്ച് വെച്ചേക്കണ? തൊടുമ്പത്തിന് മൂരി പറഞ്ഞു പിടി. പഴയ വണ്ടിയാണെങ്കിൽ നോക്കിയും കണ്ടൊക്കെ പിടിക്കണ്ടേ? ശരിയോ? லிச்சு வண்டி சீக்கிரம் ரெடி ஆயிடும்ல? ആയെന്ന് പറയാ. എടി കൊച്ചേ, ഇവന് ഇതൊക്കെ ശരിയാക്കാനൊക്കെ അറിയാവോ? അതിപ്പോ കണ്ടറിയാലോ. അമ്മമ്മേ, എനിക്ക് തോന്നണതേ ഇവൻ ഏതെങ്കിലും വർക്ക്ഷോപ്പിന്റെ മുമ്പിൽ കൊറേ നാള് വായി നോക്കി നിന്നിട്ടുണ്ടെന്നാണ്. നീ അങ്ങനൊന്നും പറയണ്ട, അവൻ ആളും മിടുക്കനൊക്കെ തന്നെ. കുറച്ചും കൂടെ കഴിയുമ്പോ ഇവന്റെ മിടുക്ക് ശരിക്കും എല്ലാരും അറിയും.